തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന് പൊള്ളലേറ്റതിൽ തിളച്ച ചായ ഒഴിച്ചത് മുത്തശ്ശനല്ലെന്ന് പോലീസ്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ചായപാത്രം തെന്നി വീണെന്ന് പോലീസ് കണ്ടെത്തൽ. കുട്ടി വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചതോടെയാണ് പാത്രം തെന്നി വീണതെന്നും പോലീസ് വ്യക്തമാക്കുന്നത്. ജിബിൻ, ഇതെന്താണ്? വലിയ ദുരൂഹതയാണല്ലോ. മുത്തശ്ശനാണ്, അതേസമയം മുത്തശ്ശനല്ല എന്ന തരത്തിൽ പോലീസിന്റെ കണ്ടെത്തലുണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏത് തരത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നത്? രതീഷ്, ഈ മാസം 24-ാം തീയതിയാണ് ഇവിടെ വെച്ച് പേരൂർക്കടയ്ക്ക് സമീപം താമസിക്കുന്ന ഈ ഒരു കുട്ടിയെ പൊള്ളലേറ്റ നിലയിൽ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ 3 വയസ്സുകാരൻ്റെ പിതാവായിട്ടുള്ള അഭിജിത്ത്, ഇയാളുടെ അമ്മയുടെ രണ്ടാനച്ഛനാണ് കുട്ടിയെ ചായ ഈ ചൂട് തിളച്ച ചായ കുട്ടിയുടെ പുറത്ത് ഒഴിച്ച് കുട്ടിയെ പരിക്കേൽപ്പിച്ചത് എന്നാണ് അഭിജിത്ത് പോലീസിന് നൽകിയ മൊഴിയിലൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ പ്രകാരം പോലീസ് കേസെടുക്കുകയും ഇയാളുടെ ഭാര്യയുടെ രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സമയത്ത്, അതായത് കുട്ടിക്ക് പൊള്ളലേറ്റു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഈ മുത്തച്ഛൻ വീട്ടിലില്ലായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വിവരം ലഭിക്കുന്നത്. ഇയാൾ ഈ സമയത്ത് പേരൂർക്കടയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ മറ്റാരെയോ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള വിവരം പോലീസിന് മനസ്സിലാകുകയും പോലീസ് ഇതിന് പ്രകാരം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഷ പ്രകാരം ഈ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അഭിജിത്തും ഈ ഭാര്യയുടെ രണ്ടാനച്ഛനും തമ്മിൽ നിരന്തരം വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ കുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരന്തരം പ്രശ്നമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അഭിജിത്ത് മറ്റ് പല കേസുകളിലും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പല കേസുകളിലും അഭിജിത്ത് പ്രതിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് ഇവരുടെ വീട്ടിൽ ഒളിവിൽ താമസിക്കാൻ വന്നപ്പോഴും രണ്ടാനച്ഛനുമായി വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അഭിജിത്ത് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഇയാളുടെ രണ്ടാനച്ഛൻ്റെ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടാനച്ഛന് ഈ ഒരു കൃത്യത്തിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ശരി, ആ ദുരൂഹതയിൽ ഒരു വ്യക്തത വരികയാണ്. ജിബിനാണ് ആ പുതിയ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.